വിദേശ രാജ്യമായ ജോർജിയയിലെ ആശുപത്രിയിൽ കോമയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയെ നാട്ടിലെത്തിക്കുവാൻ കഴിയാതെ വീട്ടുകാർ നിസ്സഹായ അവസ്ഥയിൽ. ആലുവ തായിക്കാട്ടുകര എസ്.എൻ. പുരം സ്വദേശികളായ റോയി ജിജി ദമ്പതികളുടെ മകൾ സോണയെ നാട്ടിലെത്തിക്കുവാൻ കഴിയാതെ വലയുകയാണ്. ജോർജിയയിൽ MBBS മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് സോണ. ജോർജിയയിൽ MBBSന് പഠിക്കുന്ന 23-കാരിയായ മകൾ കോമയിൽ വെന്റിലേറ്ററിലാണെന്ന് 5 ദിവസം മുൻപാണ് മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചത്. കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളാണ് രോഗവിവരം ആലുവയിലെ വീട്ടിൽ അറിയിച്ചത്. വെന്റിലേറ്ററിൽ കഴിയുന്ന സോണയെ കാണാൻ പോലും ആകുന്നില്ലെന്നും എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലുമാണെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ഒരാഴ്ച മുൻപാണ് സോണയ്ക്ക് പനി ബാധിച്ചത്. യഥാസമയം ആശുപത്രിയിൽ നിന്നും ചികിത്സ ലഭിക്കാത്തതാണ് മകൾ ഗുരുതരാവസ്ഥയിലാകാൻ കാരണമെന്ന് മാതാപിതാക്കളായ റോയിയും ജിജിയും പറയുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടങ്ങിയെങ്കിലും നാട്ടിൽ നിന്നും അയച്ച പണം എത്താത്തതിൻ്റെ പേരിൽ തുടർ ചികിത്സ നിഷേധിച്ചു. പണം ലഭിച്ച ശേഷം മാത്രമാണ് ചികിത്സ തുടർന്ന് നൽകിയത്. അതിനിടെ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ സോണ അബോധാവസ്ഥയിലായി എന്നും മാതാപിതാക്കൾ പറയുന്നു. ഞങ്ങളുടെ ആവശ്യം കൊച്ച് നാട്ടിലെത്തണം, എത്രയും പെട്ടെന്ന് കൊച്ച് നാട്ടിലെത്തിക്കണം. അവിടെ ICU വെന്റിലേറ്ററിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ. 5 ദിവസമായി ആ കൊച്ച് അവിടെ വെന്റിലേറ്ററിൽ കിടക്കണം. അവിടെ കിടന്നിട്ട് അവരെന്താ ചെയ്യണേന്ന് നമുക്കറിയാൻ പറ്റണില്ല. ആരും കയറ്റണമില്ല. കാലത്ത് കയറ്റിയാൽ പിന്നെ വൈകുന്നേരം കയറ്റൂല. അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ പിള്ളേരാണ് ആ കൊച്ചിനെ നോക്കണേ. ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ വിസയില്ല, പാസ്പോർട്ട് ഉണ്ട്. അപ്പം വിസ എടുക്കാൻ നോക്കണുണ്ട്. പക്ഷേ ഇന്നലെ ശനി ഞായറൊക്കെ അവധി ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. ജോർജിയയിൽ 3-ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് സോണ. വായ്പ എടുത്താണ് പഠനത്തിനായി വിദേശത്ത് പോയത്. നാട്ടിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെങ്കിലും ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടിയെ എങ്ങനെ നാട്ടിലെത്തിക്കണമെന്നറിയാതെ നിസ്സഹായരാണ് മാതാപിതാക്കൾ. ഉറ്റ ബന്ധുക്കളാരെങ്കിലും അവിടേക്ക് എത്തിയാൽ മാത്രമേ സോണയെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ. അടിയന്തരമായി വിസ ലഭിക്കുന്നതിനായി എംബസിയെയും വിദേശകാര്യ മന്ത്രാലയത്തെയും സമീപിച്ച് കാത്തിരിക്കുകയാണ് കുടുംബം. കൈരളി ന്യൂസ്, കൊച്ചി.